ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ പ്രയാണം മ്യൂസിയത്തിലോട്ടാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം മ്യൂസിയത്താണ്. നമുക്ക് കുട്ടികളെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമാവും. മഞ്ചാടി പിന്നെ എവിടെ പോയാലും ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങത്തേ ഇല്ല. ഏത് നേരം ചേട്ടൻ തന്നെ എടുത്തുകൊണ്ട് നടക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ ഞങ്ങൾ അവിടുത്തെ പുലികളെയും സിംഹത്തിനെയൊക്കെ കണ്ട്, സിംഹത്തിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥലമാണ് ഈ ട്രിവാൻഡ്രത്തുള്ള മ്യൂസിയം. വളരെ രസമാണ് അവിടെ പോയി ഇരിക്കാൻ. കുറേ നേരം ഗാർഡനിൽ പോയി ഇരിക്കാനൊക്കെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് ആഹാരം കഴിക്കാൻ പോയി. ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പാവ അണ്ണാൻകുഞ്ഞിന് ചേട്ടൻ ഇങ്ങനെ ആഹാരം കൊടുത്തപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടന് ഈ പക്ഷിമൃഗാദികളെയൊക്കെ വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലാണെങ്കിൽ പ്രാവ്, കിളി, ലവ് ബേർഡ്സ് അങ്ങനെയൊക്കെ വളർത്തും. ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണത്. അതുകൊണ്ട് ഇതുപോലെയൊക്കെ കാണുമ്പോൾ ചേട്ടന് ആഹാരം കൊടുക്കാനും ഒക്കെ ഭയങ്കര കൗതുകമാണ്. അതുപോലെ തന്നെയാണ് കേശുവിനും ഇതേപോലെ ചേട്ടനെ പോലെ പക്ഷിമൃഗാദികളെയൊക്കെ വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വീട്ടിലെ കോഴിയൊക്കെ വളർത്തുന്നത് അവൻ തന്നെയാണ്. അവൻ എപ്പോഴും നോക്കാനും അതിനെ പരിപാലിക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ചേട്ടൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾക്ക് ഭയങ്കര വാശി, അവൾക്കും കൊടുക്കണം. നമ്മുടെ മഞ്ചാടി പെണ്ണിനെ അവൾക്ക് അണ്ണാൻകുഞ്ഞിന് ആഹാരം കൊടുക്കുന്നത് ഭയങ്കര താല്പര്യം. അങ്ങനെ കുറേ നേരം അവൾ കൊടുക്കാൻ നോക്കി. പക്ഷെ അവളെ കണ്ടത് അണ്ണാൻകുഞ്ഞ് ഓടി ഓടി പോയിക്കൊണ്ടിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ചാടി പിടിച്ച് പതുക്കെ വന്ന് എങ്ങനെയൊക്കെ കൊടുത്തു. അവൾക്ക് ഒന്നാമത് കൊടുക്കാൻ പേടിയാണ്. എന്നിട്ടും ധൈര്യത്തോടെ പോയി ചേട്ടൻ്റെ അടുത്ത് പോയിരുന്ന് കൊടുക്കാൻ നോക്കുകയാണ്. അങ്ങനെ ധൈര്യം സംഭരിച്ച് നമ്മൾ മഞ്ചാടി പെണ്ണ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ആ പലഹാരമൊക്കെ വാങ്ങിച്ച് അണ്ണാൻകുഞ്ഞിനെ കാത്തിരിക്കുകയാണ്. അവസാനമായിട്ട് ആ അണ്ണാൻകുഞ്ഞും വരും ഗൈസ്. വന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ പലഹാരം വാങ്ങിയിട്ട് ഓടി മരത്തിൽ പോയിരുന്ന് കഴിക്കുക. കഴിക്കുന്ന കാഴ്ച കാണാൻ നല്ല രസമാണ്. എനിക്കാണെങ്കിൽ ഈ പക്ഷിമൃഗാദികളോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്കതിനെ കാണുമ്പോൾ ഒരു കൗതുകം അത്രയേ ഉള്ളൂ. അല്ലാതെ വളർത്താനൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ചേട്ടനും കേശുവിനും ഭയങ്കര താല്പര്യമാണ്. വളർത്താനും അതിനെ പരിപാലിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കേശുവിന്. അതും കണ്ട് അടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയത് മയിലിനെ കാണാനാണ്. ആ മയിൽ പീലി വിടർത്താൻ വേണ്ടി ഞാൻ കുറേ നേരം അവിടെ വീഡിയോയും പിടിച്ചുകൊണ്ട് നിന്നെങ്കിലും അതൊരിക്കൽ പോലും പീലി വിടർത്തി കാണിച്ചു തന്നില്ല. ഞാൻ അങ്ങോട്ട് ഫോൺ മാറ്റുമ്പോൾ അത് ഉടനെ പീലി വിടർത്തും. അങ്ങനെ ആ ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് നേരെ നടന്ന് ഞങ്ങൾ ഗാർഡനിലോട്ട് പോയി. അവിടെ മൈതാനത്ത് പോയി കുറച്ച് നേരം ഐസ്ക്രീമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോരുകയും ചെയ്തു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങൾ ലൈക്ക് ചെയ്യണം. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്. വേറൊരു വീഡിയോ ആയിട്ട് കാണാം.